ഹലോ നമസ്കാരം, RT മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ LPST റാങ്ക് ലിസ്റ്റിലെ സാധ്യതകൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾക്ക് പരമാവധി ഞാൻ മറുപടി പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം. സമയത്തിനനുസരിച്ച് സമയക്കുറവുണ്ട്. സമയത്തിനനുസരിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരുന്നുണ്ട്. പലരും വീഡിയോ കാണാതെ ചോദിക്കുന്നുണ്ടോ, സംശയിക്കുന്നുണ്ട്. ചാൻസസ് ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറയുന്നുണ്ട്. എങ്കിലും ഓരോരുത്തരുടെ ചാൻസസിനെ കുറിച്ചുള്ള സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതാത് സമയത്ത് എപ്പോഴും നമ്മുടെ ഫയൽ നമ്മുടെ കയ്യിലുണ്ടാവില്ല, ലാപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ട് നോക്കി പറയാൻ ബുദ്ധിമുട്ടാണ്. ഒഴിവുള്ളപ്പോൾ സമയത്തിനനുസരിച്ച് നിങ്ങളുടെ റാങ്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ലിസ്റ്റ് നോക്കേണ്ടി വരും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ചില ചോദ്യങ്ങൾക്ക് മറുപടി ആരും മാറ്റി വെച്ചിട്ട് പിന്നീട് മറുപടി പറയുന്നത്. ശ്രദ്ധിക്കുക, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റ് അപ്ഡേറ്റുകളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. LPSTയുടെ ഓരോ ജില്ലകളും ഇങ്ങനെ പറഞ്ഞു പോകുന്നു, അല്ലാതെ അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസും വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കാം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ട, കുറേ കാലമായിട്ട് ആവശ്യപ്പെടുന്ന വയനാട് ഡിസ്ട്രിക്റ്റിൻ്റെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. വയനാട് ഒരു ചെറിയ ലിസ്റ്റാണ്. ചെറിയ ലിസ്റ്റ് മാത്രമല്ല, കഴിഞ്ഞ തവണ പറയുമ്പോൾ സങ്കടപ്പെടുത്തുന്ന ഒരു ജില്ലയാണ്. കാരണം നമ്മൾ കണ്ണൂർ പറഞ്ഞതുപോലെ തന്നെ സങ്കടപ്പെടുത്തുന്ന ജില്ലയാണ്. വലിയൊരു ലിസ്റ്റ് ഇട്ടിട്ട് വളരെ കുറച്ച് ആൾക്കാരെ നിയമിച്ച ഒരു ജില്ലയാണ് വയനാട്. കഴിഞ്ഞ തവണ 600 പേര് ലിസ്റ്റ് ഇട്ടിട്ട് കുറച്ച് ആൾക്കാർ, ഒരു 125 ആളെ അഡ്വൈസ് അയച്ച ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ഇങ്ങനെ മാറ്റി വയ്ക്കുന്ന ഒരു ജില്ലയിൽപ്പെട്ടതാണ് വയനാട്. കാരണം നിയമനനില അത്രയും കുറവായതുകൊണ്ട് തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെ കൂടുതൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ തവണ അങ്ങനെയാണ് സംഭവിച്ചത്. അഡ്വൈസ് നില വളരെ കുറഞ്ഞൊരു ജില്ലയിൽപ്പെട്ടതാണ് വയനാട്. വയനാടിന് ഇപ്പോഴത്തെ ലിസ്റ്റ് ഏതാണ്ട് കഴിഞ്ഞ ലിസ്റ്റിൻ്റെ നേരെ പകുതിയുള്ളൂ. കഴിഞ്ഞ തവണ 602 ഉണ്ടായിരുന്നു, ഈ തവണ ഒരു 300 ഉള്ളൂ. 300-ൽ തന്നെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഓപ്പൺ കോമ്പറ്റീഷൻ 41 പേര്, EWS 26 പേരുണ്ട്, മെയിൻ ലിസ്റ്റിൽ സപ്ലിമെൻ്റ് ലിസ്റ്റിൽ 15 പേര്, ഈഴവ 28 പേര്, 33 പേര് സപ്ലിമെൻ്റ് ലിസ്റ്റിൽ, മുസ്ലിം 36 പേരുണ്ട്, 29 പേര് സപ്ലിമെൻ്റ് ലിസ്റ്റിൽ, OBC 7 പേര്, മെയിൻ ലിസ്റ്റിൽ 8 പേര് സപ്ലിമെൻ്റ് ലിസ്റ്റിൽ, വിശ്വകർമ്മ 7 പേര്, മെയിൻ ലിസ്റ്റിൽ 8 പേര് സപ്ലിമെൻ്റ് ലിസ്റ്റിൽ, SC 3 ആളുണ്ട്, സപ്ലിമെൻ്റ് ലിസ്റ്റിൽ 18, ST ആണ് വയനാട്ടിലുള്ള പ്രയാസം. മെയിൻ ലിസ്റ്റിൽ ആരുമില്ല, 12 പേര് സപ്ലിമെൻ്റ് ലിസ്റ്റിൽ. അവർ NC ഉള്ളതുകൊണ്ട് ST നിയമനില വളരെ ലഭിക്കാറില്ല പലപ്പോഴും. ധീവര ഒരാൾ മെയിൻ ലിസ്റ്റിൽ, സപ്ലിമെൻ്റ് ലിസ്റ്റിൽ 15 പേര്, LC ഒരാൾ മെയിൻ ലിസ്റ്റിൽ, 9 പേര് സപ്ലിമെൻ്റ് ലിസ്റ്റിൽ, SIC നടാർ മെയിൻ ലിസ്റ്റിൽ ആരുമില്ല, സപ്ലിമെൻ്റ് ലിസ്റ്റിൽ 4 പേര്, DA ഡിഫറെൻ്റ് ഏബിൾഡ് കാറ്റഗറിയിൽ സപ്ലിമെൻ്റ് ലിസ്റ്റിൽ LD/CP 3 ആൾ, LV ഒരാൾ, SCCC സപ്ലിമെൻ്റ് ലിസ്റ്റിൽ 5 ആൾ. അങ്ങനെ 150 പേര് മെയിൻ ലിസ്റ്റിൽ, 150 പേര് സപ്ലിമെൻ്റ് ലിസ്റ്റിൽ, 300 ആളുണ്ട്. മുൻ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ തന്നെ 391 പേരുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. അതിലാണ് 391 പേര് മെയിൻ ലിസ്റ്റിലുള്ള ഒരു ലിസ്റ്റിലാണ്. ഓപ്പൺ കോമ്പറ്റീഷൻ 94 റാങ്ക് വരെ അഡ്വൈസ് ആയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ വളരെ സങ്കടമാണ്. ടോട്ടൽ അഡ്വൈസ് 125 ആയിരുന്നു. അതന്നെ അവസാനത്തെ അഡ്വൈസിലാണ് 19 പേരെ നിയമിച്ചത്. ആദ്യത്തെ അഡ്വൈസിൽ ഒരു 19 പേരെ നിയമിച്ചു, പിന്നെ ഏറ്റവും അവസാനത്തെ അഡ്വൈസിൽ 19 പേര്. അതിൻ്റെ ഇടയിൽ 1, 2, 3, 4 ഇങ്ങനെയുള്ള എണ്ണത്തിലുള്ള അഡ്വൈസ് നിയമന നിലയാണ് വയനാട്ടിലുണ്ടായത്. വയനാട്ടിൽ പ്രത്യേകത, കഴിഞ്ഞ തവണത്തെ അഡ്വൈസ് ഞാൻ പറഞ്ഞ പോലെ 125 പേരാണ്. അതിൽ ഓപ്പൺ കോമ്പറ്റീഷൻ 94 റാങ്ക് വരെയും, ഈഴവ 109, SC സപ്ലിമെൻ്റ് ലിസ്റ്റ് 5, മുസ്ലിം 100, LC റാങ്കുകൾ 204, OBC 102, വിശ്വകർമ്മ 258, SIC നടാർ സപ്ലിമെൻ്റ് ലിസ്റ്റ് 1, SCCC 98, ധീവര 126, ഹിന്ദു നടാർ 279. ഇങ്ങനെയായിരുന്നു നിയമനം. ആദ്യത്തെ വർഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ 28 ആൾ നിയമിച്ചു, രണ്ടാമത്തെ വർഷം 44 ആൾ, മൂന്നാമത്തെ വർഷം 53. പടിപടിയായി കയറുന്നുണ്ട്. അതാണ് വയനാട്ടിലുള്ള ആളുകളുടെ പ്രതീക്ഷ. ഈ ലിസ്റ്റിലുള്ള ആളുകളുടെ പ്രതീക്ഷ അതാണ്, പടിപടിയായി കയറുന്നുണ്ട്. ഇതേ ലെവലിൽ തന്നെ പോകും എന്നുള്ള പ്രതീക്ഷയാണ് വയനാട്ടിലുള്ളത്. ഈ തവണ നിയമനം കൂടും എന്ന് തന്നെയാണ് പറയുന്നത്. ആദ്യത്തെ വർഷം ജൂലൈ 29 ആണ് ഫസ്റ്റ് അഡ്വൈസ് വന്നത്. 2022 ജൂലൈ 29, 19, പിന്നെ ജനുവരിയിൽ 1, ഫെബ്രുവരിയിൽ 1, അടുത്ത ഫെബ്രുവരി 15 2, മാർച്ചിൽ 2, മെയ്യിൽ 3, അങ്ങനെ 28 പേര്. രണ്ടാമത്തെ വർഷം കുറച്ച് കൂടി, ഞാൻ പറഞ്ഞ പോലെ ജൂൺ 17 ഒരു 12 വേക്കൻസി, ഓഗസ്റ്റ് 25 ഒരു 15 വേക്കൻസി, ഒക്ടോബർ 21 11 വേക്കൻസി, മാർച്ച് 1 5 വേക്കൻസി, അങ്ങനെ 44 എണ്ണം. മൂന്നാമത്തെ വർഷം 53 എണ്ണം, ജൂണിൽ 11, ഒക്ടോബർ 28 6, ഡിസംബറിൽ 3, ഏപ്രിൽ 5, മെയ്യിൽ 9, ഇപ്പോൾ അവസാനത്തെ ഇതിൽ 19, അങ്ങനെ 53 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ലിസ്റ്റിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ടെമ്പററി പാസ്ഡ് ഓവർ, ജസ്റ്റ് 50% റിസർവേഷൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഓപ്പൺ കോമ്പറ്റീഷൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ടെമ്പററി പാസ് ഔട്ട് എടുത്ത് ഈഴവ 2 ഉണ്ട്, SC 2, മുസ്ലിം 1, OBC 1, LC റാങ്കുകൾ ഇന്ത്യയിൽ. ഇത്രയാണ് ഈ TPO ഉള്ളത്. TPO 8 2, 4,
8 AATP 8 ഉണ്ട്. പിന്നെയുള്ള NCA 11 അത് SC കിട്ടാനുള്ളതാണ്. കുറേ കാലങ്ങളായിട്ടുള്ള 2005 മുതലോ കാലങ്ങളായിട്ടുള്ള NC ആണ് 11 ടേൺ. അത് ST നിന്ന് SC കിട്ടാനുള്ള ടേണാണ് 11. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വയനാട്ടിൽ കണക്കാക്കുന്ന ഒരു 150 അഡ്വൈസ് വരും എന്നുള്ള കണക്കാക്കലാണ് വരുന്നത്. 125 ആയിരിക്കില്ല, അതിൽ കൂടാൻ തന്നെയാണ് സാധ്യത. നമ്മൾ നിയമന നില വർദ്ധിച്ച് വരുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ വയനാട്ടിൽ അതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ അത്ര കുറഞ്ഞു വരിക്കാൻ സാധ്യതയില്ല. വർഷങ്ങളായിട്ട് ഒരു 50 അഡ്വൈസെങ്കിലും കൂടുതലെങ്കിലും ഓരോ വർഷവും വരാനുള്ള സാധ്യതയാണ്. ഇനി റിട്ടയർമെൻറ്റ് വരാനുണ്ട്, ട്രാൻസ്ഫർ വരാനുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ളത്. 50 അഡ്വൈസിൽ കൂടുതലെങ്കിലും ഓരോ വർഷം വന്നുകൊണ്ട് ഒരു 150 അഡ്വൈസിൽ മിനിമം വയനാട്ടിൽ വരും എന്നുള്ള സാധ്യതയാണ് പലപ്പോഴും പലരുമായി സംസാരിക്കുമ്പോൾ. അതിൽ കൂടുമെന്നും പറയുന്നവരുണ്ട്. അപ്പോൾ 150 ഡേയ്സെങ്കിലും മിനിമം വയനാട്ടിൽ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്തത്. വയനാട്ടിൽ ഒരിക്കലും അത്ര കുറയാനുള്ള സാധ്യതയില്ല, അത്ര കുറവായിരിക്കാനുള്ള സാധ്യത ഒരിക്കലും ഇല്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വരുമ്പോൾ 150 അഡ്വൈസ് വന്നു കഴിഞ്ഞാൽ ഓപ്പൺ കോമ്പറ്റീഷൻ 121 റാങ്ക് വരെ, EWS 124, ഈഴവ 125. കാരണം ഇവരൊക്കെ കാറ്റഗറിയിൽ മെയിൻ ലിസ്റ്റിൽ തന്നെ അത്യാവശ്യമുണ്ട്. മുസ്ലിം 122, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 14 വരെ വരാൻ കാരണം NCA വരുന്നുണ്ട്, TPO 2 വരുന്നുണ്ട്, LCO റാങ്ക് ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 5, OBC 123, വിശ്വകർമ്മ 144, SIC നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, ധീവര 135. ഹിന്ദു നാടാർ ഇല്ലാന്ന് തോന്നുന്നു, നമ്മൾ ലിസ്റ്റിൽ ഹിന്ദു നാടാർ ഞാൻ എഴുതി വെച്ച് ഹിന്ദു നാടാറിൽ കാണുന്നില്ല. ഒന്ന് പരിശോധിക്കുക, ഹിന്ദു നാടാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ, ഞാൻ ഒരിക്കൽ കൂടി നോക്കിയിട്ട് പറയാം. നോക്കിയതിലില്ല എന്നുള്ള ഇതിലാണ് ഞാൻ എഴുതിയത്, ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. എഴുതാൻ വിട്ടുപോയതാണോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എൻ്റെ ഭാഗത്തുള്ള തെറ്റാണ്, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഹിന്ദു നാടാറിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ നോക്കിയിട്ട് ഒരിക്കൽ കൂടി അതിൻ്റെ റൊട്ടേഷൻ പറഞ്ഞുതരാം. ഓക്കെ, ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇത്രയാണ് വയനാടിൻ്റെ സ്ഥിതി. വയനാട്ടിൽ ഇനി കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം കേട്ടോ. മറ്റ് പരമാവധി സമയത്തനുസരിച്ച് ഞാൻ മറുപടി തരാൻ ശ്രമിക്കാം. വയനാട് ചെറിയ ലിസ്റ്റല്ലേ എന്നോട് മാറ്റി വെച്ചു എന്നൊക്കെ പലരും ചോദിച്ചിരുന്നു. മാറ്റി വെച്ചതല്ല, ഇങ്ങനെ ഓരോ വഴിക്ക് ഓരോരുത്തർ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഇനി കോട്ടയമുണ്ട്, കുറച്ച് ജില്ലകൾ കൂടി ചെയ്യാനുണ്ട്, അവരാവശ്യപ്പെടുന്നുണ്ട്. എറണാകുളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, അത് ഞാൻ അടുത്ത തവണ എറണാകുളത്തിൻ്റെ ചെയ്യാം. തിരുവനന്തപുരത്തിൻ്റെ ഒരു പെശക് പറ്റിയിട്ടുണ്ടായിരുന്നു, അത് തിരുത്താം. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.